ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയുടെ മകളും ആറാമത്തെ പ്രധാനമന്ത്രിയുടെ അമ്മയുമാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യയിലെന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. നമ്മുടെ ഒരേയൊരു വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിത്വം വിളിച്ചോതുന്ന ഒരു വിശേഷണം അവർക്കുണ്ട്: ഇന്ത്യയുടെ ഉരുക്കു വനിത. ഇന്ദിര ജനിച്ച ഉടനെ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റു പറഞ്ഞതിങ്ങനെ: 1000 പുത്രന്മാരെക്കാൾ മികച്ച പുത്രിയാണ് താനെന്ന് ഇവൾ തെളിയിക്കപ്പെടും. അതെ, ആ പ്രവചനം സത്യമായിരുന്നു എന്ന് ഇന്ത്യയുടെ പിൽക്കാല ചരിത്രം തെളിയിക്കുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ ഭരണാധികാരിയായിരുന്നു. മറ്റു പലരും എടുക്കാൻ മടിക്കുന്ന ധീരമായ നടപടികൾ എടുക്കാൻ അവർ ധൈര്യം കാണിച്ചു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൈനിക വിജയത്തിന് നേതൃത്വം നൽകിയ ഇന്ദിര ലോക സമാധാനത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു. കരുത്തുറ്റ ഭരണാധികാരിയും സമർത്ഥയുമായ സംഘാടകയുമായിരുന്നു അവർ. അലഹാബാദിലെ ആനന്ദ് ഭവനിൽ 1917 നവംബർ 17 ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും പുത്രിയായി ഇന്ദിരാഗാന്ധി ജനിച്ചു. മുത്തച്ഛനാണ് ഇന്ദിരയ്ക്ക് ആ പേരിട്ടത്. അച്ഛനമ്മമാർ പ്രിയദർശിനി എന്ന പേര് കൂടി ചേർത്തതോടെ ഇന്ദിര പ്രിയദർശിനി. ഇന്ദിരയുടെ ജനന സമയത്ത് മോത്തിലാൽ നെഹ്റു ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഗാന്ധിജി, ആനി ബസന്റ്, ലാലാ ലജപത് റായ് തുടങ്ങിയ ദേശീയ നേതാക്കൾക്കൊക്കെ അക്കാലത്ത് ആനന്ദ് ഭവനിലെ നിത്യ സന്ദർശകരായിരുന്നു. ഇവരെ ഒക്കെ ഇന്ദിരയിൽ കുട്ടിക്കാലത്ത് തന്നെ ശക്തമായ സ്വാധീനം ചെലുത്തി. ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി പലവട്ടം ജയിലിൽ പോയ പിതാവിൻ്റെ ജീവിതവും അവൾക്ക് വഴികാട്ടിയായി. കടുത്ത ഏകാന്തതയിലായിരുന്നു ഇന്ദിരയുടെ കുട്ടിക്കാലം. പുസ്തകങ്ങളായിരുന്നു ഉറ്റ ചങ്ങാതിമാർ. തികച്ചും ഒറ്റപ്പെട്ട് വളർന്നതിനാൽ എന്തും നേരിടാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധിക്കുണ്ടായി. 1959 ഇന്ദിര കോൺഗ്രസ് പ്രസിഡൻ്റായി. നമുക്ക് സമയം പാഴാക്കാനില്ല. ജനങ്ങൾ വളരെ വേഗം മുന്നേറുകയാണ്. അതിനൊപ്പം കോൺഗ്രസും മുന്നേറണം. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഇന്ദിര അണികളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തു. നെഹ്റുവിൻ്റെ പുത്രിയുടെ നേതൃത്വം കോൺഗ്രസ്സിന് ആവേശം പകർന്നു. പ്രധാനമന്ത്രിയായി അച്ഛനോടൊപ്പം ഇന്ദിര ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടങ്ങളിലെ ഭരണാധികാരികളുമായി സമ്പർക്കം പുലർത്തി. അച്ഛൻ്റെ മന്ത്രിസഭയിലും ഇന്ദിര ഇടം നേടി. നെഹ്റുവിൻ്റെ മരണശേഷം ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു. ശാസ്ത്രിയുടെ മരണശേഷം 1966 ജനുവരി 24 ഇന്ദിര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ ആദ്യത്തേതും ലോകത്തെ രണ്ടാമത്തെയും വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഉജ്ജ്വലമായ ഭരണമാണ് ഇന്ദിരാഗാന്ധി കാഴ്ചവെച്ചത്. 1971 രാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി. ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമുണ്ടായതിന് പിന്നിൽ ഇന്ദിരാഗാന്ധിയാണ്. പുതിയ രാജ്യത്തിന് ഇന്ത്യ അംഗീകാരം നൽകി. യുദ്ധവിജയം നേടിയതിനെ തുടർന്ന് ഇന്ത്യ ഏഷ്യയിലെ വൻ ശക്തിയായി. 1974 രാജസ്ഥാനിലെ പൊഖ്റാനിൽ അണുവിസ്ഫോടനം നടത്തി ഇന്ദിരാഗാന്ധി ചരിത്രം കുറിച്ചു. 1975 അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി. പക്ഷേ സുപ്രീം കോടതിയുടെ അനുമതിയോടെ അധികാരത്തിൽ തുടർന്ന ഇന്ദിര ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1977 ജനുവരി 18 വരെ അത് നീണ്ടുനിന്നു. ആ വർഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 1980 വീണ്ടും പ്രധാനമന്ത്രിയായി. അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ച
സിഖ് തീവ്രവാദികളെ തുരത്താൻ നടത്തിയ ശക്തമായ നടപടിക്ക് വിലയായി ഇന്ദിരയ്ക്ക് സ്വന്തം ജീവൻ നൽകേണ്ടി വന്നു. 1984 ഒക്ടോബർ 31 സിഖുകാരനായ 2 സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ത്യ ചരിത്രത്തിലെ ഇന്ദിരായുഗം അതോടെ അവസാനിച്ചു. സിഖുകാരുടെ സ്വതന്ത്ര രാഷ്ട്രത്തിനായി പൊരുതിയ സിഖ് തീവ്രവാദികളെ നേരിട്ട സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. നിരവധി പേർ ഇതിൽ കൊല്ലപ്പെട്ടു.